സംസ്ഥാനത്തെ പശ്ചാത്തല സൗകര്യ വികസനത്തിനും പൊതുവിദ്യാഭ്യാസത്തിനും പൊതുജനാരോഗ്യത്തിനും ഊന്നൽ നൽകി LDF സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഉയർത്തുന്ന നിരവധി വൻകിട പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ള ബജറ്റിൽ 25,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പരിപാടികളും ലക്ഷ്യമിടുന്നുണ്ട്. വിലക്കയറ്റം തടയാൻ ഉയർന്ന വകയിരുത്തലാണ് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ നടത്തിയിരിക്കുന്നത്. 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ റോഡ് നവീകരണ പദ്ധതികൾ നടപ്പാക്കും. സംസ്ഥാനത്ത് GST നടപ്പാക്കുന്നതോടുകൂടി വാണിജ്യ നികുതി വകുപ്പിന്റെ നിലവിലുള്ള പ്രവർത്തന രീതിയിലും ഘടനയിലും മാറ്റങ്ങൾ ആവശ്യമായി വരുമെന്നും ഡോക്ടർ തോമസ് ഐസക് പ്രസംഗത്തിൽ പറയുന്നു. നോട്ടുബന്ദിയുടെ കാലത്തെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിക്കുക വലിയൊരു വെല്ലുവിളിയാണ് എന്നത് വ്യക്തമാക്കിയാണ് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കേരള സംസ്ഥാനത്തിന്റെ 2017-18 വർഷത്തെ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. കിഫ്ബി വഴി 25,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പരിപാടിയാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനം. 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ റോഡ് നവീകരണ പദ്ധതികൾ, റോഡുകൾക്കും പാലങ്ങൾക്കുമായി 1,351 കോടി രൂപ, 1,267 കിലോമീറ്റർ സമ്പൂർണ്ണ മലയോര ഹൈവേ, 630 കിലോമീറ്റർ തീരദേശ ഹൈവേ, നടപ്പുവർഷം മൊത്തം 1,300 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് അനുമതി, മെയിൻ്റനൻസിനായി 612 കോടി രൂപ എന്നിവയും ബജറ്റിൽ ലക്ഷ്യമിടുന്നുണ്ട്. അംഗീകാരം നൽകിയ പ്രൊജക്ടുകൾ നിർവഹണത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച മാന്ദ്യവിരുദ്ധ പാക്കേജ് 2017-18 നടപ്പിലാവുന്നത്. എന്നാൽ ഇതിനോടൊപ്പം മറ്റൊരു 25,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ കൂടി 2017-18 കിഫ്ബിയിൽ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇവ രണ്ടും കൂടി ചേരുമ്പോഴും ഇത് കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതിയായിട്ട് മാറും. ബജറ്റിലെ മറ്റ് പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ: 2017-18 1 ലക്ഷം ഭവനരഹിതർക്ക് വീടുകൾ നൽകും. ജനകീയാസൂത്രണത്തിന്റെ 2ാം പതിപ്പിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മൊത്തത്തിൽ 9,748 കോടി രൂപ വകയിരുത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ കീഴിൽ ഗ്രാമവികസനത്തിനായി 974 കോടി രൂപയും നഗരവികസനത്തിനായി 75 കോടി രൂപയും ബജറ്റിൽ നീക്കിവെച്ചു. 93,584.74 കോടി രൂപയാണ് റവന്യൂ വരവ്. റവന്യൂ ചെലവാകട്ടെ 1,01,627.88 കോടി രൂപ. റവന്യൂ കമ്മി 16,043.14 കോടി രൂപ. 21,227.95 കോടി രൂപ പൊതുകടം ലഭിക്കുന്നതിൽ 75.6% റവന്യൂ കമ്മി നികത്താൻ ചെലവഴിക്കേണ്ടി വരുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പ്രസംഗത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭക്ഷ്യസുരക്ഷയ്ക്കും വിലക്കയറ്റം തടയാനും ബജറ്റിൽ ശക്തമായ നടപടികളാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. റേഷൻ സബ്സിഡിക്കായി 900 കോടി രൂപയും നെല്ല് സംഭരണത്തിനായി 700 കോടി രൂപയുമാണ് നീക്കിവച്ചിട്ടുള്ളത്. ജലസേചന കുടിവെള്ള പദ്ധതികൾക്കായി 1,471 കോടി രൂപയുടെ പദ്ധതികളും വിഭാവനം ചെയ്തിട്ടുണ്ട്. പൊതുകമ്പോളത്തിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ധനസഹായമായി 200 കോടി രൂപയും, കൺസ്യൂമർ ഫെഡിന് 150 കോടി രൂപയും, ഹോർട്ടികോർപ്പിന് 30 കോടി രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. റേഷൻ കടകളിൽ ബയോമെട്രിക് ഉപകരണങ്ങൾ വാങ്ങാനും കമ്പ്യൂട്ടറൈസേഷൻ നടപ്പാക്കാനും 117 കോടി രൂപയും അനുവദിച്ചു. ഇത് പൂർത്തിയാകുന്നതോടെ ചോർച്ച ഒഴിവാക്കാനും പരാതികൾ കുറയ്ക്കാനും കഴിയും. കാർഷിക വിപണികളുടെ വികസനത്തിനായി 40 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ അരിവിഹിതം ഉയർത്താൻ സമ്മതിച്ചാൽ മാത്രമേ ഇന്നത്തെ അരിക്ഷാമത്തിന് പ്രതിവിധി കാണാൻ കഴിയും. പഴയ കാരണവന്മാരെ പോലെ തറവാട്ടിലെ 10,000 കേന്ദ്ര സർക്കാർ പൂട്ടിവെച്ചിരിക്കുകയാണ്. നെല്ല് സംഭരണത്തിന് 700 കോടി രൂപ വകയിരുത്തും. പൊതുകമ്പോളത്തിൽ ഫലപ്രദമായി ഇടപെടുന്നതിനുള്ള ധനസഹായമായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 200 കോടി രൂപയും, കൺസ്യൂമർ ഫെഡിന് 150 കോടി രൂപയും, ഹോർട്ടികോർപ്പിന് 30 കോടി രൂപയും വകയിരുത്തുന്നു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കേന്ദ്ര സർക്കാരിന്റെ ഓപ്പൺ മാർക്കറ്റ് ഓപ്ഷനിൽ പങ്കെടുത്ത് ഇതിനകം 1,400 ടൺ അരി വാങ്ങി കേരളത്തിൽ 25 രൂപയ്ക്ക് ലഭ്യമാക്കി കഴിഞ്ഞു. ആവശ്യാനുസരണം ഈ ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതാണ്. തിരുവനന്തപുരം, തൃശൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഓരോ റവന്യൂ ഡിവിഷൻ അനുവദിക്കും. കുന്നംകുളം, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ പുതിയ താലൂക്ക് രൂപീകരിക്കും. ഏത് സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഏത് വസ്തുവിന്റെയും പ്രമാണങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയും. രജിസ്ട്രേഷൻ വകുപ്പ് ആധുനികവൽക്കരിക്കാൻ 10 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. IT മേഖലയ്ക്കുള്ള അടങ്കൽ തുക 549 കോടി രൂപയാണ്. യുവജന സംരംഭകത്വ വികസന പരിപാടിക്ക് 70 കോടി രൂപ വകയിരുത്തിയപ്പോൾ പാവപ്പെട്ട 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നടപ്പാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കെ-ഫോൺ എന്ന പേരിൽ KSEB വൈദ്യുതി ശൃംഖലയ്ക്ക് സമാന്തരമായി സൃഷ്ടിക്കുന്ന പുതിയൊരു ഓപ്റ്റിക് ഫൈബർ പാത വഴി എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കും. ശൃംഖല 18 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി കിഫ്ബി വഴി 1,000 കോടി രൂപയുടെ മൂലധനം സമാഹരിക്കും.
വൻകിട ഇടത്തരം വ്യവസായങ്ങൾക്കുള്ള അടങ്കൽ 482 കോടിയും പൊതുമേഖലയുടെ വിഹിതം 270 കോടി രൂപയായും ഉയർത്തി. KSDPക്ക് 18 കോടിയും കിൻഫ്രയ്ക്ക് 111 കോടിയും ആധുനിക ചെറുകിട വ്യവസായങ്ങൾക്ക് 128 കോടിയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വൻകിട ഇടത്തരം ജലസേചന പദ്ധതികൾക്കായി 413 കോടി രൂപയും കുടിവെള്ള പദ്ധതികൾക്കായി 1058 കോടി രൂപയുടെ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കിഫ്ബി വഴി 1696 കോടിയുടെ നിക്ഷേപവും ഏർപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാർഷിക മേഖലയുടെ അടങ്കൽ 2016 കോടി രൂപയായാണ് ബജറ്റിൽ ഉയർത്തിയിരിക്കുന്നത്. കാസർഗോഡ്, വയനാട് പാക്കേജുകൾക്കായി 110 കോടി രൂപയും വകയിരുത്തി. ചെറുകിട റബ്ബർ കർഷകർക്ക് 150 കോടി രൂപ ഉറപ്പുവരുത്താൻ 150 രൂപ ഉറപ്പുവരുത്താൻ വിലസ്ഥിരതാ പദ്ധതിക്കായി 500 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസ സമാശ്വാസ പദ്ധതി 3600 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അപകടത്തിൽ മരിക്കുകയോ കാണാതാവുകയോ ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ ധനസഹായവും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയുടെ അടങ്കൽ 2016-2017 1828 കോടി രൂപയായിരുന്നത് 2016 കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട്. പച്ചക്കറി കൃഷിക്കായി 85 കോടി രൂപ നീക്കിവെച്ചു. വയനാട് പാക്കേജിനായി 19 കോടിയും തരിശു കൃഷിഭൂമിക്കായി 12 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണ മേഖലയ്ക്ക് 308 കോടി രൂപയും ഡയറി വികസനത്തിന് 97 കോടി രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. പ്രാഥമിക പാൽ സഹകരണ സംഘങ്ങൾക്ക് 30 കോടി രൂപ ധനസഹായമായി വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയുടെ അടങ്കൽ 1822 കോടി രൂപയിൽ നിന്ന് 2106 കോടി രൂപയായി ഉയർത്തുന്നു. ഭക്ഷ്യോൽപാദനം നീക്കിവച്ചുള്ള 160 കോടി രൂപയിൽ 70 കോടി രൂപ നെല്ലിനും 85 കോടി രൂപ പച്ചക്കറിക്കുമാണ്. നെൽകൃഷിക്ക് തരിശുഭൂമി കൃഷിയോഗ്യമാക്കാൻ മുതൽ റൈസ് മില്ല് വരെ ഓരോ ഘട്ടത്തിലും സമഗ്രമായ സഹായ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 12 കോടി രൂപ തരിശുഭൂമി കൃഷിക്കും ഒരുപ്പു കൃഷി ഇരിപ്പുമാക്കുന്നതിനും വകയിരുത്തിയിട്ടുണ്ട്. ഹെക്ടറിന് 1500 വെച്ച് പാടശേഖര സമിതികൾ നൽകുന്നതിന് 27 കോടി രൂപ അനുവദിക്കുന്നു. പരമ്പരാഗത വ്യവസായ മേഖലയ്ക്കും ഊന്നൽ നൽകിയിട്ടുണ്ട് ബജറ്റിൽ. കയർ, കൈത്തറി, കശുവണ്ടി മേഖലയുടെ വികസനത്തിനായി വിവിധ പദ്ധതികൾ ബജറ്റിൽ വിഭാവനം ചെയ്യുന്നു. ടൂറിസം മാർക്കറ്റിംഗിന് 75 കോടി രൂപയും സാംസ്കാരിക കേന്ദ്രങ്ങൾക്ക് 15 കോടി രൂപയും വകയിരുത്തി. കോവളം, കുമരകം, തേക്കടി, മൂന്നാർ, ശബരിമല, വാഗമൺ തുടങ്ങി 25ഓളം ടൂറിസം കേന്ദ്രങ്ങളുടെ പശ്ചാത്തല വികസനത്തിന് 120 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 100 സ്കൂളുകളിൽ കൂടി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആരംഭിക്കാൻ 9 കോടി രൂപ അനുവദിച്ചു. 6 പുതിയ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. ജയിലുകളിലെ അടിസ്ഥാന വേതനത്തിൽ 20% വർധന നടപ്പാക്കി. ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ 25 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഭിന്നശേഷിയുള്ളവർക്ക് സൗകര്യമൊരുക്കാൻ ബാരിയർ ഫ്രീ പദ്ധതിക്ക് 15 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ശിശുക്ഷേമ പദ്ധതികൾക്കായി 1621 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുമെന്നും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബജറ്റ് അവതരണത്തിനിടെ ബജറ്റ് ചോർന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. ബജറ്റിന്റെ പ്രധാന ഭാഗങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചുവെന്നും ഈ ബജറ്റിനെ അംഗീകരിക്കില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ ബജറ്റ് രേഖകൾ ചോർന്നിട്ടില്ല എന്നും മാധ്യമങ്ങൾക്കുള്ള കുറിപ്പ് നേരത്തെ പുറത്തായത് സംബന്ധിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പ്രതികരിച്ചു. സംഘർഷം ലഘൂകരിക്കാൻ നടപടികൾ സ്വീകരിക്കാൻ എന്താണ് ധനമന്ത്രി തോമസ് ഐസക് ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ 11:20 ബജറ്റ് ചോർന്നെന്നാരോപിച്ച പ്രതിപക്ഷം രംഗത്തെത്തിയത്. ബജറ്റിന്റെ പ്രധാന ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിച്ചു തുടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ബഡ്ജറ്റിന് ഒരു സാങ്ക്ടിറ്റി വേണ്ടേ? ആ സാങ്ക്ടിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് ആരോപണം ഗൗരവതരമാണെന്നും പരിശോധിക്കാമെന്നും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ ബഹളത്തിനിടെ ഉറപ്പു നൽകി. പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യം എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാം എന്താണെന്നുള്ളത്. ഒരു തരത്തിലും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നതിന് മുൻപ് പുറത്തുപോയിട്ടില്ല. തുടർന്ന് ബജറ്റ് അവതരണം വീണ്ടും ആരംഭിച്ചു. അതിനിടെ നിയമസഭ ബഹിഷ്കരിച്ച വാർത്താസമ്മേളനം നടത്തിയ പ്രതിപക്ഷം ബജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിയ ധനമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബജറ്റ് രേഖകളൊന്നും തന്നെ ചോർന്നിട്ടില്ലെന്ന് വ്യക്തമാക്കിയ തോമസ് ഐസക് രാജി ആവശ്യം തള്ളിക്കളഞ്ഞു. ബഡ്ജറ്റ് ഡോക്യുമെന്റിന്റെ പ്രസംഗത്തിന്റെയോ അല്ലെങ്കിൽ ബഡ്ജറ്റ് ബ്രീഫിന്റെയോ ബഡ്ജറ്റിന്റെ കൂടെ നൽകുന്ന 30ഓളം ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം പുറത്തു ഇല്ല. സംഭവം അന്വേഷിക്കുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി AK ബാലൻ പറഞ്ഞു. അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സാങ്കേതികമായി കൊടുക്കേണ്ടത്. അതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പേ പോയി എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം.
അതെങ്ങനെ പോയി എന്നുള്ളത് പരിശോധിക്കും. ബജറ്റ് വിവരങ്ങൾ ചോർന്നത് ഭരണഘടനാ ലംഘനമാണെന്നും മന്ത്രി രാജിവെക്കണമെന്നും മുൻ ധനമന്ത്രി KM മാണി ആവശ്യപ്പെട്ടു. ധനമന്ത്രി രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു PC ജോർജിന്റെ പ്രതികരണം. ഇതുപോലൊരു ധനകാര്യമന്ത്രി അവിടെ ഇരിക്കട്ടെ, ഒരിക്കലും രാജിവെക്കരുത്, രാജിവെക്കാൻ പാടില്ല. സർക്കാരിന് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടെന്നും ധനമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും O രാജഗോപാൽ പറഞ്ഞു. ബജറ്റ് ചോർന്നെന്ന ആരോപണത്തിലുറച്ച് വരും ദിവസങ്ങളിലും പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധം തുടർന്നേക്കും. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. ബജറ്റ് ചോർച്ച ആരോപണത്തിൽ പ്രതിപക്ഷം ഗവർണറെ കണ്ടു. പുതിയ ബജറ്റ് അവതരിപ്പിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ട വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം എന്താണ്? അരുൺ, നിലവിൽ നിയമസഭയിൽ ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിനെ അംഗീകരിക്കുന്നില്ല എന്നും ബജറ്റ് മാധ്യമങ്ങൾക്ക് നേരത്തെ ചോർന്നു കിട്ടിയതിനാൽ ബജറ്റ് ഭരണഘടനാപരമായി നിലനിൽക്കില്ല എന്നും ബജറ്റിന്റെ രഹസ്യ സ്വഭാവവും പവിത്രതയും നഷ്ടപ്പെട്ടു എന്നും അതിനാൽ തന്നെ പുതിയ ബജറ്റ് അവതരിപ്പിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാക്കൾ ഗവർണർ P സദാശിവത്തെ അല്പസമയം മുമ്പ് രാജ്ഭവനിൽ കണ്ടത്. ഈ നിലവിലുള്ള ബജറ്റിനെ അവർ ബജറ്റായി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ ബജറ്റ് അവതരിപ്പിക്കാനായി സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാണ് രാജ്ഭവനിലെത്തിയ പ്രതിപക്ഷ നേതാക്കൾ ഗവർണറോട് ആവശ്യപ്പെട്ടത്. ബജറ്റിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടതിനെ ഗൗരവതരമായി തന്നെ കാണണമെന്നും ഗവർണറോട് പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെടുകയുണ്ടായി. നിലവിലെ ബജറ്റിനെ ബജറ്റായി അംഗീകരിക്കുന്നില്ലെന്നും പുതിയ ബജറ്റ് അവതരിപ്പിക്കാനായി ധനമന്ത്രിയോടും സർക്കാരിനോടും നിർദ്ദേശിക്കണമെന്നാണ് പ്രധാനമായും ഗവർണറോട് പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ സഭാതലത്തിൽ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ മുതൽ തന്നെ പ്രതിപക്ഷം ഇത് വ്യക്തമാക്കിയിരുന്നു. നിലവിലെ ബജറ്റിനെ തങ്ങൾ ബജറ്റായി അംഗീകരിക്കുന്നില്ല എന്നും മാധ്യമങ്ങൾക്ക് നേരത്തെ തന്നെ വിവരങ്ങൾ ചോർന്നു എന്നും പ്രതിപക്ഷം അപ്പോൾ ആരോപിച്ചിരുന്നു. അതിനാൽ ബജറ്റിനെ അംഗീകരിക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഗവർണറെ കണ്ട് പുതിയ ബജറ്റ് അവതരിപ്പിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അരുൺ, ജിതിൻ, ഇക്കാര്യത്തിൽ എന്താണ് ഉണ്ടായത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ വിശദീകരണം വന്നിട്ടുള്ളതാണ്. ബജറ്റ് ചോർച്ചയല്ല, അതിന്റെ സാങ്കേതികതയെക്കുറിച്ച് വളരെ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയതാണ്. എന്നിട്ടും അത് മുഖവിലേക്ക് എടുക്കുന്നില്ല പ്രതിപക്ഷം എന്ന് വേണമോ കരുതാൻ നിലവിൽ? തീർച്ചയായും അരുൺ, അങ്ങനെ തന്നെയാണ്. ബജറ്റ് രേഖകൾ ഒന്നും തന്നെ ചോർന്നിട്ടില്ല എന്ന ധനമന്ത്രി തോമസ് ഐസക് ബജറ്റ് അവതരണത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബജറ്റ് രേഖകൾ എണ്ണി പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിയതാണ്. നിയമസഭയിൽ സഭയുടെ മേശപ്പുറത്ത് വെച്ച ഒരു രേഖ പോലും ചോർന്നിട്ടില്ല. മാധ്യമങ്ങൾക്ക് നൽകാനായി തയ്യാറാക്കിയ ഹാൻഡ് ഔട്ട് മാത്രമാണ്, ബജറ്റിലെ ഹൈലൈറ്റ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയ ഹാൻഡ് ഔട്ട് മാത്രമാണ് അല്പം നേരത്തെ മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. അത് എന്താണ് അക്കാര്യത്തിൽ സംഭവിച്ചത് എന്നത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും ധനമന്ത്രി അപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഫലത്തിൽ ബജറ്റ് രേഖകളൊന്നും ചോർന്നിട്ടില്ല എന്നത് വ്യക്തമാണ്. സഭയുടെ മേശപ്പുറത്ത് വെച്ച ബജറ്റ് രേഖകളൊന്നും തന്നെ ചോർന്നിട്ടില്ല. എങ്കിലും പ്രതിപക്ഷം തങ്ങളുടെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ബജറ്റ് നേരത്തെ ചോർന്നു, സോഷ്യൽ മീഡിയയിലടക്കം ബജറ്റ് അവതരണത്തിന് മുമ്പ് തന്നെ പ്രചരിക്കപ്പെട്ടു എന്നതൊക്കെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ആ ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ സഭാതലത്തിൽ വലിയ പ്രതിഷേധം ബജറ്റ് അവതരണത്തിനിടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ബജറ്റ് അവതരണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ സഭ ബഹിഷ്കരിച്ച് ഇറങ്ങി വരികയും സമാന്തരമായി വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. അതിന് തുടർച്ചയായി അവർ ആരോപണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിന് ഔദ്യോഗിക ഭാഷ്യം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഗവർണറെ സന്ദർശിച്ചുകൊണ്ട് ബജറ്റിനെ ചോദ്യം ചെയ്യുകയും പുതിയ ബജറ്റ് അവതരിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. അരുൺ, ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഭരണഘടനാപരമായി ഗവർണർ എടുത്ത നിലപാട് എന്താണ് എന്നത് സംബന്ധിച്ച് നിലവിൽ അറിയാൻ കഴിയുന്നുണ്ടോ? കാര്യം അസാധാരണമായ ഒരു ആവശ്യം എന്ന നിലയിൽ കൂടി. അരുൺ, നിലവിൽ അത്തരത്തിൽ രാജ്ഭവനിൽ നിന്നും നമുക്ക് വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. പക്ഷേ ഗവർണറുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ നടപടികളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. നേരത്തെ ഉണ്ടായ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് അതാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെയും ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ബജറ്റ് അവതരണം തൊട്ടുമുക്കാൽ പിന്നിട്ട ശേഷമാണ് പ്രതിപക്ഷം സഭാതലത്തിൽ ഈ ആരോപണം ഉന്നയിച്ചിരുന്നത്. ഒപ്പം ബജറ്റ് രേഖകൾ, സഭയുടെ മേശപ്പുറത്ത് വെച്ച ബജറ്റ് രേഖകളൊന്നും ചോർന്നിട്ടില്ല എന്നതും പകൽ പോലെ വ്യക്തമാണ്. അത് സർക്കാരിന് വളരെ എളുപ്പത്തിൽ തന്നെ വാദിക്കാനാകുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ രാജ്ഭവനിൽ നിന്നോ ഗവർണറുടെ ഭാഗത്തു നിന്നോ ഒരു ഇടപെടലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. എങ്കിലും സഭാതലത്തിലും പുറത്തും ഇക്കാര്യം വലിയൊരു ആരോപണമായി ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സഭ പിരിഞ്ഞ ശേഷം അടിയന്തര UDF യോഗം ചേർന്ന ഇക്കാര്യത്തിൽ പ്രതിപക്ഷം തങ്ങളുടെ ആരോപണവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനവും എടുത്തിരുന്നു. അതിന്റെ ഭാഗമായി മാത്രം വേണം ഇപ്പോൾ ഗവർണറെ കണ്ട് പ്രതിപക്ഷം ഈ ആവശ്യം ഉന്നയിച്ചതിനെ കാണാൻ. എന്തായാലും ഗവർണറുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഇടപെടലൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നതാണ് ഇപ്പോൾ പറയാനാവുക. അതായത് വളരെ തന്ത്രപരമായി ഇക്കാര്യത്തെ രാഷ്ട്രീയപരമായി സമർത്ഥമായി ഉപയോഗിക്കുക എന്ന നിലപാടാണ് നിലവിൽ അവർ സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. സഭാതലത്തിൽ പ്രത്യേകിച്ച് സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരാവുന്ന ഒരു
വലിയ ആരോപണം എന്ന രീതിയിൽ ഈ ആരോപണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അത് ബജറ്റ് അവതരണ വേളയിൽ തന്നെ സഭയിൽ വ്യക്തമായിരുന്നു. ബജറ്റ് രേഖകളൊന്നും ചോർന്നിട്ടില്ല എന്ന് പലതവണ ആവർത്തിച്ച് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കുകയുണ്ടായി. ഈ പ്രശ്നത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കുമെന്നും ഇരുവരും വ്യക്തമാക്കി. സ്പീക്കറും ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ഉറപ്പു നൽകിയിരുന്നു. എങ്കിലും തങ്ങളുടെ ആരോപണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വലിയ ബഹളവും പ്രതിഷേധവും ഒക്കെയാണ് സഭാതലത്തിൽ പ്രതിപക്ഷം അപ്പോൾ ഉണ്ടാക്കിയിരുന്നത്. അതിനുശേഷം തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധം കാര്യങ്ങൾ ആലോചിച്ചതിനായി UDF യോഗം ചേരുമെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ഗവർണർ സന്ദർശിച്ച കാര്യത്തെയും നമ്മൾ വിലയിരുത്താൻ. എന്തായാലും സർക്കാരിനെതിരെയുള്ള ഒരു വലിയൊരു ആരോപണവുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഗവർണറെ കണ്ട് നിലവിലുള്ള ബജറ്റിനെ അംഗീകരിക്കാതെ പുതിയ ബജറ്റ് അവതരിപ്പിക്കാനായി സർക്കാരിനോട് ആവശ്യപ്പെടണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. എങ്കിലും ഈ ആവശ്യം അംഗീകരിക്കപ്പെടാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെ വേണം ഇപ്പോൾ അനുമാനിക്കാൻ. ബജറ്റ് വിവരങ്ങൾ പുറത്തുവന്ന സംഭവത്തിൽ ധനമന്ത്രിയുടെ സ്റ്റാഫിനെ മാറ്റി. അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി മനോജ് കെ പുതിയവിളയാണ് മാറ്റിയത്. KG ദിനകർ വിവരങ്ങൾ നൽകും. ദിനകർ, വിശദാംശങ്ങൾ. ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ സ്റ്റാഫ് അംഗം മനോജ് കെ പുതിയവിളയെ മാറ്റിയിരിക്കുകയാണ്. ബജറ്റ് ചോർന്നു എന്ന ആരോപണം നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ അല്പം മുൻപ് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മനോജ് കെ പുതിയവിളയെ മാറ്റിയതായി ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ ഓഫീസിൽ നിന്നും അറിയിച്ചത്. ഇന്ന് രാവിലെ ബജറ്റ് 10:45 ബജറ്റ് ചോർന്നു എന്ന ആക്ഷേപവുമായി പ്രതിപക്ഷം നിയമസഭയിൽ ബഹളമുണ്ടാക്കിയത്. പിന്നീട് ഇക്കാര്യം പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അതോടൊപ്പം തന്നെ സ്പീക്കറും വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ബജറ്റ് വീണ്ടും അവതരിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെയും ഭരണപക്ഷം തള്ളിക്കളഞ്ഞു. കാരണം ഇത് കേവലം മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കാനുള്ള ഒരു കോപ്പി മാത്രമാണ്. അതായത് ബജറ്റിന്റെ ചില പോയിന്റ്സുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് വിതരണം ചെയ്യാനുള്ള കോപ്പി മാത്രമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കഴമ്പില്ല എന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ അത് സാധാരണഗതിയിൽ ബജറ്റ് അവതരണത്തിന് ശേഷമാണ് മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കുക. അത് നേരത്തെ ലഭിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇക്കാര്യം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ മനോജ് പുതിയവിളയെ സ്റ്റാഫ് അംഗം എന്ന സ്ഥാനത്ത് നിന്നും നീക്കിയിരിക്കുന്നത്. KG ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. ബിലീവേഴ്സ് സഭയ്ക്ക് പുതിയ 12 ബിഷപ്പുമാർ കൂടി സ്ഥാനമേറ്റു. ബിഷപ്പുമാരുടെ സ്ഥാനാരോഹണ ചടങ്ങ് തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ KP യോഹന്നാൻ മെത്രോപൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. തിരുവല്ല കുറ്റപ്പുഴയിലെ ബിലീവേഴ്സ് സഭ ആസ്ഥാനമായ സെന്റ് തോമസ് കത്തീഡ്രലിലാണ് വൈദികരുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. ബിലീവേഴ്സ് സഭ പരമാധ്യക്ഷൻ ഡോക്ടർ KP യോഹന്നാൻ മെത്രോപൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് വിശ്വാസികൾ സാക്ഷികളായി. പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് പൊതുസമ്മേളനം നടന്നത്. ചടങ്ങിൽ പുതുതായി സ്ഥാനാരോഹണം ചെയ്ത 12 ബിഷപ്പുമാരെ അനുമോദിച്ചു. ബിലീവേഴ്സ് ചർച്ച് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ബിഷപ്പ് കൗൺസിലിൽ കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള ചിന്തയിൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ പേര് തന്നെ ചേഞ്ച് ചെയ്യണം എന്ന് സഭ ഒഫീഷ്യലായിട്ട് തീരുമാനിച്ച് മിൻസ് ആക്കിയിട്ടുണ്ട്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സഭകൾ എല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഈ ഭാരതത്തിൽ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഒരുമനപ്പെട്ട ഒരു കമ്മ്യൂണായി തീരുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആശയം, ഒരു ആഗ്രഹമാണ്. രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ, ജോസഫ് മർത്തോമ മെത്രോപൊലിത്ത, തോമസ് പ്രഥമൻ ശ്രേഷ്ഠ കത്തോലിക്ക ബാവ, മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപൊലിത്ത, സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടുന്ന നീണ്ട നിര ബിഷപ്പുമാരുടെ അനുമോദന സമ്മേളനത്തിന് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കലാഭവൻ മണി മരിച്ചിട്ട് 1 വർഷമായിട്ടും സംഭവത്തിലെ ദുരൂഹത നീക്കാനായില്ല എന്നാരോപിച്ച മണിയുടെ സഹോദരൻ രാമകൃഷ്ണനും ബന്ധുക്കളും നിരാഹാര സമരത്തിലേക്ക്. അന്വേഷണം CBIക്ക് കൈമാറാൻ സർക്കാർ ഉത്തരവിട്ടുവെങ്കിലും കേസ് ഏറ്റെടുക്കാൻ CBI തയ്യാറാകാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. ഇക്കാര്യം ആവശ്യപ്പെട്ട നാളെ മുതൽ 3 ദിവസം നിരാഹാരമിരിക്കുമെന്ന് രാമകൃഷ്ണൻ അറിയിച്ചു. കലാഭവൻ മണി മരിച്ച മാർച്ച് 6-ന് 1 വർഷം തികയാനിരിക്കെയാണ് മരണത്തിലെ ദുരൂഹതകൾ നീക്കണമെന്നാവശ്യപ്പെട്ട സഹോദരൻ രാമകൃഷ്ണൻ സമരം ആരംഭിക്കുന്നത്. അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച പോലീസിന് മരണകാരണത്തെ സംബന്ധിച്ച നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല.
അന്വേഷണം CBIക്ക് കൈമാറാൻ സർക്കാർ തീരുമാനമെടുത്തെങ്കിലും CBI കേസ് ഏറ്റെടുത്തിട്ടില്ല. സംഭവത്തിൽ ആരോപണ വിധേയർക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നാരോപിച്ചും അന്വേഷണം CBI ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് സമരം. ഒന്ന്, പോലീസിന്റെ നിഷ്ക്രിയമായ അന്വേഷണത്തിനെതിരെ. 2, പ്രതികൾക്കെതിരെ കേസെടുക്കണമെന്നും അതോടൊപ്പം തന്നെ CBI അന്വേഷണം ത്വരിതഗതിയിലാക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ നിരാഹാര സമരം തുടങ്ങുന്നത്. രാമകൃഷ്ണന്റെ നൃത്തവിദ്യാലയമായ കലാഗൃഹത്തിന് മുന്നിൽ മണിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ശേഷമാണ് നിരാഹാര സമരം ആരംഭിക്കുക. ചാലക്കുടി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളിലായി നടത്തുന്ന കലാഭവൻ മണി അനുസ്മരണ പരിപാടികളിൽ പങ്കെടുക്കുമെന്നും രാമകൃഷ്ണൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വരൾച്ചയെ തുടർന്ന് സംസ്ഥാനത്ത് കുഴൽക്കിണർ നിർമ്മാണത്തിന് ഏർപ്പെടുത്തിയ നിരോധനം തുടരുന്ന പശ്ചാത്തലത്തിൽ ഭൂഗർഭ ജലചൂഷണം തടയാൻ കാസർഗോഡ് ജില്ലാ ഭരണകൂടം കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ജലക്ഷാമം രൂക്ഷമായിട്ടും പ്രകൃതിദത്ത ജലസ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂഗർഭജലം ചൂഷണം ചെയ്യുന്ന പ്രദേശങ്ങളിലൊന്നായി കാസർഗോഡ് ബ്ലോക്ക് നേരത്തെ തന്നെ ഉൾപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് കാസർഗോഡ് ബ്ലോക്കിൽ കുഴൽക്കിണർ നിർമ്മാണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഭൂജലവിധാനം 1.32 മീറ്ററിനും 4.25 മീറ്ററിനും ഇടയിലാണെന്ന് ഭൂജല വകുപ്പ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് വേനൽക്കാലം കഴിയും വരെ ഇനി കുഴൽക്കിണർ നിർമ്മാണം അനുവദിക്കേണ്ടതില്ലെന്ന തീരുമാനം ജില്ലാ കലക്ടർ കൈക്കൊണ്ടത്. ജില്ലയിൽ 25ലേറെ റിഗ് ഘടിപ്പിച്ച ലോറികൾ കുഴൽക്കിണർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നു. 600ഓളം മറുനാടൻ തൊഴിലാളികളാണ് ഈ രംഗത്തുള്ളത്. അനിയന്ത്രിത കുഴൽക്കിണർ നിർമ്മാണം ഭൂജല ലഭ്യത കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. എന്നാൽ നിരവധി പുഴകളും ജലാശയങ്ങളുമുള്ള കാസർഗോഡ് ജില്ലയിൽ ഈ ജലസ്രോതസ്സുകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നു. മഴക്കാലത്ത് വരുന്ന മഴവെള്ളം അങ്ങനെ തന്നെ പുഴയിൽ വന്ന് ഒഴുകിയിട്ട് കടലിലേക്ക് പോവുകയാണ്. അത് സ്റ്റോർ ചെയ്യുന്നൊരു സംവിധാനം ഇല്ലാത്തതും കനാലുകൾ ഇല്ലാത്തതും ഡാം ഇല്ലാത്തതും ആണ് കാസർഗോഡ് ജില്ലയെ ഏറ്റവും കൂടുതൽ വരൾച്ചയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. കുഴൽക്കിണർ നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിന് ഭൂജല വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ പോലീസിനും ജില്ലാ കലക്ടർ ചുമതല നൽകിയിട്ടുണ്ട്. ചെറുതും വലുതുമായ 1 ഡസനോളം പുഴകളുള്ള ജില്ലയാണ് കാസർഗോഡ്. അമിതമായ ഭൂഗർഭജല ചൂഷണത്തെ തുടർന്ന് ജില്ലയിൽ കുഴൽക്കിണറുകൾ നിർമ്മിക്കുന്നത് തന്നെ ജില്ലാ കലക്ടർ നിരോധിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ ജില്ലയിൽ കുടിവെള്ളം തന്നെ ലഭ്യമല്ലാത്ത സ്ഥിതിയാകും. ക്യാമറാമാൻ ഷൈജു ബ്ലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.